ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വിശുദ്ധ മർക്കോസിന് സുവിശേഷം 12-ാം അധ്യായത്തിൻ്റെ 28 മുതൽ 34 വരെയുള്ള വാക്യങ്ങളിൽ ഏതാണ് വലിയ കൽപ്പന എന്നുള്ളത് വളരെ കൃത്യമായി പറയുന്നുണ്ട്. വിശുദ്ധ മർക്കോസ് 12-ന്റെ 28 മുതൽ ശാസ്ത്രിമാരിൽ ഒരുവൻ അടുത്ത് വന്ന് അവർ തമ്മിൽ തർക്കിക്കുന്നത് കേട്ടു. അവൻ അവരോട് നല്ലവണ്ണം ഉത്തരം പറഞ്ഞ പ്രകാരം ബോധിച്ചിട്ട് എല്ലാറ്റിലും മുഖ്യ കൽപ്പന ഏത് എന്ന് അവനോട് ചോദിച്ചു. അതിന് യേശു, എല്ലാറ്റിലും മുഖ്യ കൽപ്പനയോ ഇസ്രായേലെ കേൾക്കാം, നമ്മുടെ ദൈവമായ കർത്താവ് ഏക കർത്താവ്. നിൻ്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം എന്നും ആകുന്നു. രണ്ടാമത്തേതോ കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണം എന്നത്രേ. ഇവയിൽ വലുതായിട്ട് മറ്റൊരു കൽപ്പനയില്ല എന്ന് ഉത്തരം പറഞ്ഞു. ശാസ്ത്രി അവനോട്, നന്ന് ഗുരു, നീ പറഞ്ഞത് സത്യം തന്നെ. ഏകനേയുള്ളൂ, അവനല്ലാതെ മറ്റൊരുത്തനുമില്ല. അവനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കുന്നതും തന്നെപ്പോലെ കൂട്ടുകാരനെ സ്നേഹിക്കുന്നതും സകല സർവാംഗ ഹോമങ്ങളെക്കാളും യാഗങ്ങളെക്കാളും സാരമേറിയത് തന്നെ എന്ന് പറഞ്ഞു. അവൻ ബുദ്ധിയോടെ ഉത്തരം പറഞ്ഞുവെന്ന് യേശു കണ്ടിട്ട്, നീ ദൈവരാജ്യത്തോട് അകന്നവനല്ല എന്ന് പറഞ്ഞു. അതിൻ്റെ ശേഷം അവനോട് ആരും ഒന്നും ചോദിപ്പാൻ തുനിഞ്ഞില്ല. കാരണം ഈ കൽപ്പനയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കൽപ്പന ദൈവത്തെ സ്നേഹിക്കുക, കൂട്ടുകാരനെ സ്നേഹിക്കുക. കൂട്ടുകാരൻ ആരാന്ന് നമുക്കറിയാം, ലോകം മുഴുവൻ ഉള്ളവരെ കൂട്ടുകാരാണ്. അപ്പോൾ ആ ഒരു സ്നേഹത്തിൻ്റെ പൂർണ്ണതയാണ് നിങ്ങൾ സ്നേഹം, ദൈവം എന്ന് പറഞ്ഞ സ്നേഹം. അപ്പോൾ അതാണ് കർത്താവ് ഏറ്റവും മുഖ്യ കൽപ്പന, ദൈവത്തോടുള്ള സ്നേഹം, മനുഷ്യരോടുള്ള സ്നേഹം. ചിലർക്ക് ദൈവത്തോട് ഭയങ്കര സ്നേഹമാണ്, മനുഷ്യരെ കണ്ണെടുത്ത കാണും. അത് സ്നേഹമല്ല, ദൈവസ്നേഹമല്ല. കണ്ണുടയ്ക്കാൻ പ്രാർത്ഥിക്കാം. കർത്താവേ, ദൈവത്തെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന പോലെ മനുഷ്യരെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുവാൻ ഞങ്ങളെ പഠിപ്പിക്കണം. ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാവരുടെ മേലും ഈ ദൈവശക്തി പകരണം. യേശുവെ നന്ദി, യേശുവെ സ്തോത്രം, യേശുവെ ആരാധന, യേശുവെ മഹത്വം. യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ, ആമീൻ. ഗോഡ് ബ്ലെസ് യു.